അസ്സലാമലൈക്കും. രാവിലെ തന്നെ ഞാനിന്ന് ചായക്ക് പുട്ടുണ്ടാക്കാൻ പോയി. അപ്പോൾ ഒരു പൊടി വറുക്കാലോ. ചട്ടി ഒന്ന് ചൂടായിട്ട് പൊടിയിട്ട് പൊടി വറുക്കാലോ. ചട്ടി ചൂടായി അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നത്. പൊട്ടിൻ്റെ പൊടി നമുക്ക് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ല ടേസ്റ്റ് കൂടും. വറുത്തെടുക്കണം നല്ല രീതിയിൽ. കരിയാതെ രീതിയിൽ കരിയാൻ പാടില്ല. കരിയാതെ നല്ലൊരു ഗോൾഡൻ കളറാവണ്ട, എന്നിരുന്നാലും ആവണം. ആ രീതിയിൽ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. പുട്ടുണ്ടാക്കി നോക്കാം. നിങ്ങളങ്ങനെ വറുത്തിട്ട് ഉണ്ടാക്കുന്ന അല്ലാതെ തന്നെയാണ് പറയണേ. ഒന്നുണ്ടാക്കി നോക്കിയിട്ട് ഏകദേശം ആയി വന്നതാണ്. നോക്കാം, നല്ല കളർ ചേഞ്ചായി നല്ല മണം വന്നു. ഇനിയിപ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്നിനെ കുഴച്ച് പാകം ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇടണ. പാകത്തിന് തൊപ്പിട്ട് വെച്ച് ഇതാ ഇങ്ങനെയാണ് പുട്ട് നനച്ചത്. പുട്ടിന് കഴിച്ച് കഴിഞ്ഞ് ഉരുട്ടുമ്പോൾ ഇങ്ങനെ ഉരുള. ഇതാണ് പുട്ടുണ്ടാക്കുന്ന പുട്ട് നനച്ചതിൻ്റെ പാകം. ഇതാ ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് അപ്പോൾ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി പെട്ടെന്ന് പുട്ടുണ്ടാക്കി എടുക്കാം. ചെയ്യാൻ വെച്ചില്ല എത്ര സമയം, ഒരു അരമണിക്കൂർ വെച്ചൊന്ന് നല്ലത് പാകത്തിന് വെള്ളമെല്ലാം ആയിട്ട് നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പുട്ടുണ്ടാക്കിയിട്ടെടുക്കാം. ബിസ്മില്ലാ. പുട്ടിന് തേങ്ങ കൂടിയത്ര ടേസ്റ്റ് കൂടുതൽ. നിങ്ങളുടെ അഭിപ്രായം പറയണം. ആവി വരുന്നത് പുട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് പുട്ട് കണ്ട. ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി വെക്കാം നമുക്ക്. ഗ്ലാസ് ഇതാ ആണ് മക്കളെ പുട്ട്. അടിപൊളി പുട്ട്. നിങ്ങൾ ഉണ്ടാക്കി ഒരു വശത്തൊന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയും. പുട്ടുണ്ടാക്കി അതൊന്ന് നോക്കട്ടെ.
ബിസ്മില്ലാ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതൊന്ന് നോക്കാം കേട്ടോ ഉണ്ടാക്കിയിട്ട്.